സൗദിയിലെ നിതാഖത്ത് നിയമ നടപടികളിലൂടെ നാട്ടിലേക്ക് മടങ്ങുവാൻ നിർബന്ധിതരായ ആയിരക്കണക്കിന് പ്രവാസി മലയാളികളുടെ അവസ്ഥ എന്താണ്? പുനരധിവാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ ഭാഗ്യാന്വേഷികൾക്കായി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? സിറ്റി ഫ്ലവർ പ്രവാസജാലകത്തിന്റെ ഈ അധ്യായം ഇവർക്കായി സമർപ്പിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസജാലകം പരിപാടിയിലേക്ക് സ്വാഗതം. നാടറിഞ്ഞവരുടെ മനോവ്യഥകൾ, പ്രവാസി പുനരധിവാസം അവസാനിക്കാത്ത സമസ്യയോ? കാണുക കവർ സ്റ്റോറി. കാലങ്ങളായി പ്രവാസി സംഘടനകൾ സർക്കാരുകളോട് ആവർത്തിച്ചാവശ്യപ്പെടുന്ന ഒന്നാണ് പ്രവാസി പുനരധിവാസം എന്നത്. ഫലഭൂയിഷ്ടമായ ഭൂമിയും 44 നദികളും ആധുനിക സംവിധാനങ്ങളും മനുഷ്യ വിഭവശേഷിയും എല്ലാം ഉണ്ടായിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ കക്ഷിരാഷ്ട്രീയം കളിച്ച് സമയം കൊല്ലുവാനാണ് ഭരണകൂടങ്ങൾക്കും നമ്മുടെ നേതാക്കൾക്കും ഇതുവരെയും സാധ്യമായത്. ഇന്ത്യ മഹാരാജ്യം ചവിട്ടിപ്പുറത്താക്കിയ നാട് കടത്തപ്പെട്ട 25 ലക്ഷത്തോളം പ്രവാസികൾ സൗദി അറേബ്യയിൽ മാത്രം നിതാഖാത്തിന്റെയും മറ്റും പേരിൽ ഭീഷണി നേരിടുമ്പോൾ അവരുടെ പുനരധിവാസത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്ത ഇനിയും നാളേക്ക് മാറ്റിവെക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. സംസ്ഥാന ബജറ്റിൽ ഇതിനായി ഒരു നല്ല തുക തന്നെ മാറ്റിവെച്ച സംസ്ഥാന സർക്കാരിന് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം നോർക്ക റൂട്ട്സിന്റെയും മറ്റും സഹകരണത്തോടെ നാട്ടിൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും പിന്തുണയും സർക്കാർ സംവിധാനത്തിൽ നൽകേണ്ടതുണ്ട്. വിലക്കയറ്റവും നാണയപ്പെരുപ്പവും സാധാരണ ജനതയെ ദുരിതത്തിലേക്ക് നയിക്കുമ്പോൾ സ്വന്തമായി ഒരു തൊഴിലെന്ന ചെറിയൊരു സ്വപ്നമെങ്കിലും കൈവശം സൂക്ഷിക്കുവാൻ പാവം മുൻ പ്രവാസികൾക്ക് അവസരമൊരുക്കുക. ഗൾഫിലെ കത്തുന്ന സൂര്യന്റെ ചുവട്ടിൽ അതികഠിനമായി പണി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യമൊക്കെയും കേരളത്തിന്റെ മണ്ണിൽ ബിസിനസ് രംഗത്ത് മുതൽ മുടക്കി കൂത്തുപാളയെടുത്തവരുടെ പട്ടിക തയ്യാറാക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകൾ പുറത്തുവരും. നമ്മൾ തുടങ്ങാനിരിക്കുന്ന പദ്ധതികളുടെ ഏതെങ്കിലും ഒരു കടലാസ് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ നിന്നും സ്വന്തമാക്കണമെങ്കിൽ കൈനിറയെ കൈക്കൂലി കൊടുത്തേ പറ്റൂ എന്ന തലതിരിഞ്ഞ നയം നാട്ടു നടപ്പാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ചാൽ അവനെ തീവ്രവാദിയായും നക്സലൈറ്റായും ചിത്രീകരിക്കുവാനും ബ്യൂറോക്രസിക്ക് യാതൊരു അറപ്പുമില്ല. ഈ അവസ്ഥയിൽ വോട്ടവകാശം സ്വന്തമാക്കിയ പ്രവാസികൾ ഒന്നിച്ചു നിന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സൊസൈറ്റികളായും കമ്പനികളായും ട്രസ്റ്റുകളായും രൂപീകരിച്ച് രംഗത്ത് വരേണ്ടതുണ്ട്. പ്രവാസ ലോകത്തിന്റെ സംഘടിത മുന്നേറ്റത്തിന് മാത്രമേ ഇനിയുള്ള കാലം എന്തെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കൂ. കക്ഷി രാഷ്ട്രീയമായി നമ്മെ തുണ്ടം തുണ്ടമാക്കി വേർപ്പെടുത്തിയ കറുത്ത ശക്തികളെ തിരിച്ചറിഞ്ഞ് സ്വന്തം ഭാഗധേയം നിർണ്ണയിക്കുവാൻ നാം തന്നെ കരുത്താർജിക്കുക. പ്രവാസികളുടെ വേദന തൊട്ടറിഞ്ഞ മുഖ്യമന്ത്രിയും ഭരണകൂടവും നമ്മുടെ കൂടെയുള്ളപ്പോൾ പ്രവാസി പുനരധിവാസത്തിനായി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയിൽ അതിന്റെ പൂർണ്ണതയോടെ നമുക്ക് കിട്ടുവാൻ എല്ലാ രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗപ്പെടുത്തുക. കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂവെന്ന ആപ്തവാക്യം പിന്തുടർന്ന് നമ്മുടെ ആവശ്യങ്ങൾ ആരുടെ മുമ്പിലും ധൈര്യപൂർവ്വം തുറന്നു പറയുവാനും നേടിയെടുക്കുവാനും തയ്യാറാവുക. You wish it. We have it. City Flower Department Stores. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത, റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. അതിഥി എന്ന സെഗ്മെന്റിൽ ഇന്ന് നമുക്കൊപ്പം മനസ്സു തുറക്കുന്നത് മാപ്പിളപ്പാട്ട് രംഗത്തും സ്കൂൾ യുവജനോത്സവ വേദികളിലും ഒട്ടേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഗായികയെ. മാപ്പിളപ്പാട്ടിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്തണമെന്നും അതിനുവേണ്ടി കിട്ടാവുന്ന വേദികളിലെല്ലാം തന്നെ തനിമയാർന്ന മാപ്പിള ഗാനങ്ങളും അറബി ഗാനങ്ങളും ആലപിച്ചുകൊണ്ട് പ്രശസ്തയായ സിദ്റത്തുൽ മുൻതഹ ഇന്ന് പ്രവാസജാലകത്തിൻ്റെ അതിഥിയായി കടന്നു വരുന്നു. പ്രവാസജാലം പരിപാടിയിലേക്ക് സ്വാഗതം. ഏതുവരെ പഠിച്ചു? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും സ്റ്റുഡൻ്റ് ആണ്. അതെ. ലൈഫിനെ എങ്ങനെ നോക്കി കാണുന്നു? പോസിറ്റീവായിട്ടാണോ അതല്ല എപ്പോഴും തന്നെ മൂടിയായിട്ട് ഇങ്ങനെ ടെൻഷനൊക്കെ ആയിട്ട്? എല്ലാം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും കിട്ടാറുണ്ട്. പിന്നെ പഠിച്ചവരുണ്ടല്ലോ കൂടെ, അത് മതി. കുറച്ച് ദൈവവിശ്വാസമാണ് അല്ലേ? അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതുവരെ എന്തെല്ലാം അംഗീകാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? എന്തെല്ലാം അവാർഡുകൾ, സമ്മാനങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ തലത്തിലുള്ളത്? 5ാം ക്ലാസ് മുതലാണ് ഇങ്ങനെ സംസ്ഥാന തലത്തിലങ്ങനെ പങ്കെടുക്കാൻ തുടങ്ങിയത്. പിന്നെ തീർച്ചയായിട്ടും +2 വരെ തന്നെ വരെ എല്ലാ വർഷവും യൂത്ത് ഫെസ്റ്റിൽ പോകാറുണ്ട്. മെയിനായിട്ട് പോകാറുള്ളത് മാപ്പിളപ്പാട്ട്, അറബി പദ്യം, അറബി ഗാനം.
രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ കുടുംബത്തിൽ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും ഇങ്ങനെ സംഗീത രംഗത്തുണ്ടോ? ഉമ്മ പാടും. ഉമ്മാന്റെ കാലത്തൊക്കെ ഒരുപാട് മ്യൂസിക് പങ്കെടുക്കും. അപ്പൊ നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ആരിൽ നിന്നാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക? അപ്പൊ ഉപ്പ പ്രോത്സാഹിപ്പിക്കുന്നു, ഉമ്മ അതുപോലെ തന്നെ സംഗീത ഇൻസ്പിറേഷൻ തരുന്നു. സ്കൂൾ കലോത്സവങ്ങളിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അറബി പദ്യത്തിനും മാപ്പിളപ്പാട്ടിനും ഒട്ടേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സിദ്റത്ത് മെല്ലെ മെല്ലെ മുഖ്യധാരാ സംഗീത രംഗത്ത് അറിയപ്പെട്ടു തുടങ്ങിയാണ്. തൻ്റേതു മാത്രമായ ഒരു ആലോപന ശൈലിയിലൂടെ ശ്രദ്ധേയായ ഈ ഗായിക ഇസ്ലാമിക ചരിത്രത്തെയും ഇസ്ലാമിക സാംസ്കാരിക മൂല്യങ്ങളെയും പൊതുസമൂഹത്തിന് ശുദ്ധമായ മാപ്പിള സംഗീതത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അകലെ വാനിലമ്പിളി മിന്നിടുന്നു ചേലിൽ, അകമഴിഞ്ഞു നാഥനെ വാഴ്ത്തിടുന്നു പാരിൽ. ആതിരാചന്ദ്രൻ പിറ കണ്ടത് മുതൽക്ക് അല്ലാഹു അക്ബർ എന്ന മന്ത്രം ചുണ്ടുകൾക്ക്. അല്ലാന്റെ അനുഗ്രഹമായ പെരുന്നാൾ അകതാരിലാകെ തുളിരകി ഈമാൻ. അല്ലാന്റെ അനുഗ്രഹമായ പെരുന്നാൾ അകതാരിലാകെ തുളിരകി ഈമാൻ. ഈമാൻ ഖൽബിൽ പൂർണ്ണ ശോഭയേറ്റി, ഈ നാൾ ഖൽബിൻ കറകളൊക്കെ നീക്കി. ഈമാൻ ഖൽബിൽ പൂർണ്ണ ശോഭയേറ്റി, ഈ നാൾ ഖൽബിൻ കറകളൊക്കെ നീക്കി. കുട്ടികളൊക്കെ ഇതിനൊക്കെ പഠിക്കുന്നു. രണ്ടുപേരും ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഒരാള് 9th, 6th, 3rd സ്റ്റാൻഡേർഡ്. ഇവർക്കൊക്കെ നിന്നോട് ഒരു അസൂയ വരുന്നുണ്ടോ? അവരും പാടും. എല്ലാവരും രംഗത്തുണ്ട്. സംഗീത രംഗത്ത് ആരുമായും മത്സരിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ഈ ഗായികക്കില്ല. കാരണം സിദ്റത്ത് പാടുന്ന പാട്ടുകൾ ഇതേ ശൈലിയിൽ ആലപിക്കുവാൻ സിദ്റത്ത് മാത്രമേ ഉള്ളൂ. അഹദവന്റെ വചനവുമായി കലിമുല്ലാഹി അണഞ്ഞ്, അവിടെയുള്ള ജനതയോട് മൂസ നബി മൊഴിഞ്ഞ്, അവരെ പിന്നിൽ അണിനിരന്ന മുത്തഖികളെ തിരഞ്ഞ്, അഹങ്കാരിയാം ഫിറഔനേറ്റം അക്രമങ്ങൾ ചൊരിഞ്ഞ്. ചിലർ മാപ്പിളപ്പാട്ടിനോടായിരിക്കും കൂടുതൽ താല്പര്യം, ചിലർക്ക് കവിതയോടായിരിക്കും കൂടുതൽ താല്പര്യം, ചിലർക്ക് ലളിത സിനിമാ ഗാനങ്ങളോടായിരിക്കും. മോൾ എങ്ങനെയാണ്? മോളുടെ ഒരു ഏറ്റവും താല്പര്യമുള്ള എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും മാപ്പിളപ്പാട്ട്. സവിസ്തരമെണ്ടും അഹ്സന ഹസസായി ഉലകമിലെങ്കും ബാത്തിപ്പാടിയും എങ്കും അക്കുമെലിക്കു വിജിക്കവി കോർവൈതാക്കുമേ, കുവെലിക്കു വിജിക്കവി കോർവൈതാക്കുമേ. ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പാടുന്നത്? ഇത് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഉറുദു എല്ലാ ഭാഷകളും ഉണ്ടാവും. മാപ്പിളപ്പാട്ട് രംഗത്ത് ആരാണ് മോളുടെ റോൾ മോഡൽ? ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ? മാപ്പിളപ്പാട്ട് രംഗത്ത് ആരെയാണ് അനുകരിക്കാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഇഷ്ടമാണ്. വിളയിൽ ഫസലിൻ്റെ പാട്ട് കേൾക്കാറുണ്ട്, റംലത്ത, ആയിഷത്ത, രഹനത്ത, പുതിയ പാട്ടുകാർ, കൺഷരീഫ്ക, അവർക്ക് പാട്ടുകൾ കേൾക്കാറുണ്ട്. ചിത്ര ചേച്ചി പാടിയ പാട്ടുകൾ നല്ല പാട്ടുകളാണ്. ദാസേട്ടൻ പാടിയ യേശുദാസ്. ബദർ യുദ്ധവും മലബാർ കലാപവും ഖർബലയും ഇസ്ലാമിക പോരാട്ട ചരിത്രവുമെല്ലാം തന്നെ കവിതകളിലൂടെയും നാടൻ ശീലുകളിലൂടെയും തേന്മഴയായി കുളിരായി മഞ്ഞായി പെയ്തിറങ്ങുമ്പോൾ ആസ്വാദകർ ഈ ഗായികയെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകുന്നു. സ്വർഗത്തോപ്പിലെ റാണി, ഇത് സ്ത്രീവർഗത്തിൻ അഭിമാനി, സ്വർഗഹൂറികൾക്ക് നേതാ ഫാത്തിമ ബീവി, സ്വർഗീയ രാജരി പൂമകളാണി ഫാത്തിമ ബീവി. സ്വർഗത്തോപ്പിലെ റാണി, ഇത് സ്ത്രീവർഗത്തിൻ അഭിമാനി, സ്വർഗഹൂറികൾക്ക് നേതാ ഫാത്തിമ ബീവി, സ്വർഗീയ രാജരി പൂമകളാണി ഫാത്തിമ ബീവി. സിദ്റത്തിന് ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള പ്രവാസ ലോകത്തെ പ്രേക്ഷകർക്കായി സിദ്റത്തിന്റെ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ തന്നെ അവർ ആലപിക്കുകയാണ്. മദീന
നമ്മുടെ പ്രേക്ഷകരോട് അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്കുള്ളൊരു മെസ്സേജ് എന്താ? നല്ല നല്ല പാട്ടുകളുണ്ട് മാപ്പിള പാട്ടിൽ, അതൊക്കെ എടുത്ത് പഠിച്ച് പാടുക. പിന്നെ മത്സരത്തിനൊക്കെ പ്രത്യേകിച്ച് പാടുമ്പോൾ തനത് പാട്ടുകൾ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ പുതിയ പുതിയ പാട്ടുകൾ മോയിൻകുട്ടി വൈദ്യരുടെ ഒരുപാട് രചനകളുണ്ട്, അതൊക്കെ എടുത്ത് കമ്പോസ് ചെയ്ത് പാടാൻ ശ്രമിക്കുക. ഒരുപാട് പാടി പതിഞ്ഞ ഗാനങ്ങളല്ലാതെ നമ്മൾ തന്നെ കമ്പോസ് ചെയ്തിട്ട് നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. മലയാളം അല്ലാതെ മറ്റേതെങ്കിലും ഇതര ഭാഷയിൽ ഏതെങ്കിലും പാടാൻ സാധിക്കുമോ? समदिलदारा वमिना मिनारात सर्फ की सलामया व एहतरामया वमिना मिनारात सर्फ की सलामया व एहतरामया इसमायारा समदिलदारा वमिना मिनारात सर्फ की सलामया व एहतरामया वमिना मिनारात सर्फ की सलामया व एहतरामया व एहतराम. ഏതൊരാളുടെയും വിജയത്തിൻ്റെ പിന്നിൽ ആരെല്ലാമോ മറഞ്ഞിരിക്കുന്നുണ്ട്. സിദറത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റാരുമല്ല, സിദറത്തിൻ്റെ കുടുംബം തന്നെയാണ്. കലയെയും സംഗീതത്തെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഈ കുടുംബം സിദറത്തിനോടൊപ്പമുണ്ട്. നമുക്ക് ദൈവം തരുന്നതാണ് നമ്മുടെ കഴിവുകളൊക്കെ. നമ്മുടെ പാടാനുള്ള കഴിവായാലും ബുദ്ധിപരമായ മറ്റു കഴിവുകളൊക്കെ ദൈവം തരുന്നതാണ്. അപ്പോൾ ആ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ തീർച്ചയായും സമൂഹത്തിന് നമ്മൾ നൽകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുല്യയായ ഈ ഗായികക്ക് ശോഭനമായ ഭാവിക്കായി പ്രവാസജാലകത്തിൻ്റെ എല്ലാ ആശംസകളും. You wish it. We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ Shifa Al Jazeera Polyclinic, Betha, Riyadh, Saudi Arabia. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, New Safa Makha Polyclinic, Betha. I can't be with my daughter always. Neither can I guide her now. I like this juice. Thank you. But I can give her all the comforts she would want in a new life. That's why I gifted her a complete range of Click-On. All she has to do is just to click. Introducing a complete range of quality electronics and home appliances. Click-On. Make it yours. Papa. It's a lovely home. Wow. It's a Sanford home. Sanford Electronics and Home Appliances. Experience the best in style. Sanford, touching your life every day. മയിൽപ്പിള്ളി റിയാലിറ്റി ഷോ ആരൊക്കെയാണ് അവസാന റൗണ്ടിലേക്ക് വിജയിച്ചവർ? കാണുക, ഇവരെ അനുഗ്രഹിക്കുക. മാർച്ച് 14 നടക്കുന്ന മയിൽപ്പിള്ളി ഗ്രാൻഡ് ഫിനാലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അവസാന റൗണ്ട് മത്സരത്തിൽ അവരുണ്ടാവും, നിങ്ങളും വരില്ലേ? മയിൽപ്പിള്ളി റിയാലിറ്റി ഷോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്ലിക്ക്-ഓൺ ഇലക്ട്രോണിക്സ്, റോയൽ ട്രാവൽസ്, ഡോക്ടർ സമീർ പോളിക്ലിനിക്, സന ഗോൾഡ് ചോക്ലേറ്റ്സ്. മയിൽപ്പിള്ളി റിയാലിറ്റി ഷോയിൽ സീനിയർ വിഭാഗത്തിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി ഗ്രാൻഡ് ഫിനാലയിലേക്ക് വന്നെത്തിയ ഷീൻഷാ ഷാജാൻ, റിയാദിലൊട്ടേറെ വേദികളിൽ സംഗീത രംഗത്ത് ഏറ്റവും പ്രശസ്തയായ ഷീൻഷാ ഷാജാൻ കുടുംബത്തോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം. പ്രവാസജാലം പരിപാടിയിലേക്ക് ഷീൻഷാ ഷാജാനും കുടുംബത്തിനും സ്വാഗതം. പൊതുവെ നമ്മുടെ മയിൽപ്പിള്ളിയിൽ പങ്കെടുത്ത നമ്മുടെ ഇവിടെ റിയാദിലെയും അതുപോലെ തന്നെ സൗദിയിലെ ദമാം, ജിദ്ദ, ഇവിടെ ഉള്ള കുറേ കലാകാരന്മാർ ഇതിൽ മത്സരിച്ചിരുന്നു. അവരുടെയൊക്കെ പെർഫോമൻസിന് മുകളിൽ ഒരു പക്ഷേ വിലയിരുത്തിയിരിക്കാം. ഈ പ്രോഗ്രാം കാണാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും. അവർക്ക് നൽകുന്ന ഗ്രേഡ് എത്രത്തോളമാണ്? മാപ്പിളപ്പാട്ട് രംഗത്ത് നമ്മുടെ ഗായകർ അവരുടെ ഡെഡിക്കേഷൻ എത്രമാണ്? എല്ലാ ഗായകരും വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അവർക്ക് പറ്റാവുന്നതിൻ്റെ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എല്ലാവരും, എനിക്ക് തോന്നിയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആയാലും എല്ലാവരും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ജയ്ഹിന്ദ് ടി വിയോട് ഒരുപാട് നന്ദിയുണ്ട്, ഇങ്ങനൊരു അവസരം ഞങ്ങൾ ഈ ഗൾഫിൽ താമസിക്കുന്ന കുട്ടികൾക്കും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടി തന്നതിൽ.
കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടുത്തും. ഇതെൻ്റെ ഫാദർ ഷാജഹാൻ, വാപ്പച്ചിക്ക് ബിസിനസ്സാണ്, കൺസ്ട്രക്ഷൻ വർക്ക്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ മദർ ഷീജ ഷാജഹാൻ, ടീച്ചറായിട്ട് മഹാത്മാ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ സിസ്റ്റർ നൂനു സുൽത്താന, അവൾ പാട്ട് പാടും, ഗിറ്റാർ വായിക്കും. ആൾക്ക് ഇംഗ്ലീഷ് പാട്ടുകളോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അവൾ അലാലിയ സ്കൂളിലാണ് പഠിക്കുന്നത്, 8th സ്റ്റാൻഡേർഡ്. ഇതെൻ്റെ ബ്രദർ ഷെഹൻഷാ, അവൻ ക്ലാസ് 7th-ലാണ്. അനിയത്തി ഇതേ ഫീൽഡിൽ തന്നെയുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒരു കോമ്പറ്റീഷൻ മൂഡ് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സൗദിയിലെ പ്രോഗ്രാമുകളൊക്കെ മോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ റിയാദിലെ ഒരു ഏറ്റവും നല്ലൊരു മെയിൽ സിംഗറേയും അതുപോലെ തന്നെ ഒരു ഫീമെയിൽ സിംഗറിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടി മോൾക്ക് അവകാശം കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു ചാൻസ് കിട്ടി, ജഡ്ജ് മോളാണ് വിചാരിക്കുക. ആരെ സെലക്ട്? എനിക്ക് കീർത്തന ഗിരിജനോട് തന്നെ. അതുപോലെ മെയിൽ സിംഗർ ആരാണ്? എനിക്ക് ഹിലാൽ അബ്ദുസ്സലാമിനോട്. മോള് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ, മറക്കാനാവാത്തൊരു സ്റ്റേജ് ഏതാണ്? അതുപോലെ തന്നെ മറക്കാനാവാത്ത ദുരനുഭവമുള്ളൊരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. അത് സിറ്റി ഫ്ലവർ നടത്തിയ നജീം അർഷാദുമായിട്ട് പാടാനൊരു ചാൻസ് കിട്ടിയിരുന്നു. ആ പ്രോഗ്രാം എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ അത് മാത്രമല്ല, ഉദയം തമിഴ് കൂട്ടായ്മ അവർ നടത്തിയിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. തമിഴ് അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് അവരുടെ ആ പ്രസൻസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആവേശം സ്റ്റേജിൽ കയറി പാടാൻ. പിന്നെ അത് മാത്രമല്ല, മിയ ആദ്യമായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാം മയിൽപീലി, അതും വളരെ നല്ലൊരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ദുരനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടാൻ കയറിയതാണ് തായിഫിൽ വെച്ച്. അന്ന് ഏത് പ്രായത്തിലായിരുന്നു? അന്ന് ഞാൻ 6th പഠിക്കരുത്. ഡുവറ്റാണ് പാടിയത്. അപ്പം കൂടെ പാടിയ അങ്കിളുടെ ശബ്ദം കുറച്ച് പോയപ്പോൾ എല്ലാവരും കൂവാൻ തുടങ്ങി. അപ്പം എനിക്ക് പേടിയായി. പക്ഷേ ആദ്യം അങ്ങനെ ഉണ്ടായപ്പോഴും ഫാദർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റേജിൽ കയറാൻ ഒരു ധൈര്യം കാണിച്ചു, അല്ലെങ്കിൽ കാണിക്കത്തില്ല. മാപ്പിളപ്പാട്ട് രംഗത്ത് ആരാണ് റോൾ മോഡൽ? മാപ്പിളപ്പാട്ടിൽ കണ്ണൂർ ഷെരീഫ്, പിന്നെ റംല ബീഗം. ഇപ്പോൾ മോളോട് പറയുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാപ്പിളപ്പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ഒരു പല്ലവി. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരിഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലസമിട്ടൊരു മുഞ്ചത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി പൂന്താലിപ്പുഴയിലെ വമ്പത്തി. ഇനി ഉപ്പാക്ക് എന്താണ് മോളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? മോളുടെ കലയോടുള്ള ആ ഡെഡിക്കേഷൻ, അതുപോലെ പഠനത്തോടുള്ള ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ ആത്മീയമായിട്ട് മോൾ വളരെ മുമ്പിലാണ്. ഓക്കെ, എത്ര മാർക്ക് കൊടുക്കാം നമ്മുടെ മോൾ? ഷീൻഷായെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഷീൻഷാ എൻ്റെ മോളായിട്ട് ജനിച്ചതിൽ ഒരു ഭാഗ്യവാനായിട്ട് കരുതുന്നതാണ് ഞാൻ ഇതുവരെ. പിന്നെ ആത്മീയതയുടെ കാര്യം സാറ് ചോദിച്ചത്, ആത്മീയത അതായത് കുഞ്ഞുനാൾ തൊട്ട് നമസ്കാരം കറക്റ്റ് 5 നേരം നമസ്കരിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും നമസ്കരിക്കാറുണ്ട് അവൾ. പിന്നെ ഞാൻ ഒരു ചെറിയ പാടുന്നൊക്കെ ഒരാളായതിൻ്റെ പേരിൽ എൻ്റെ മോള് പാടുമ്പോൾ എനിക്കൊരു ഭയങ്കര ആത്മസംതൃപ്തി. എടവ ബഷീർ സാറ് പറഞ്ഞ് ഇത് കുഴപ്പമില്ല, മോള് നല്ലപോലെ പാടുന്നുണ്ട്, കുറേ അവസരങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പം അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു സിനിമയിൽ പാടാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. ഫാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഈക്വൽ. ഇവരുടെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ഇവരുടെ കോമ്പറ്റീഷൻ കൂടെ വരാറുണ്ടോ? പാടാൻ ശ്രമിക്കുന്നുണ്ടോ? താല്പര്യമില്ല? അത് ശരി, നല്ലൊരു ആസ്വാദകനാണ്. ശ്രദ്ധിക്കാറുണ്ടോ? ഇവരുടെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ചിലപ്പോൾ ഒരു 4 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. Every night in my dreams I see you, I feel you. That is how I know you. Go on far across distance and spaces between us. You have come to show you. Go on. ഗ്രാൻഡ് ഫിനാലയിൽ ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, സൗദിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സീനിയേഴ്സിൽ 6 പേരിൽ 2 പേരെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ദമാമിൽ നിന്ന് 2 പേര്, ജിദ്ദയിൽ നിന്ന് 2 പേര്. അപ്പോൾ നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരോട് അവർ എങ്ങനെയായിരിക്കണം? ഒരു പാട്ടുകാരിക്ക് ആദ്യമായിട്ട് വേണ്ടത് വിനയമാണ്, ഗുരുത്വം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹൈറ്റ്സിൽ വേണമെങ്കിലും എത്താവുന്നതാണ്.
ഹാർഡ് വർക്കിംഗ്, അതെനിക്ക് കുറവാണ്. ബട്ട് ഐ ഹാവ് ടു ഡു. നമ്മൾ തന്നെ നമ്മളെ ഒരു വിലയിരുത്താനുള്ളൊരു സെൻസ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഫസ്റ്റ് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ നമ്മുടെ സക്സസ് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മറ്റുള്ളവരുടെ ക്രിറ്റിസൈസംസ് നമുക്ക് എടുക്കാം. അതിൽ ചിലർ ചിലപ്പോൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്ത് നമ്മൾ താഴ്ത്താൻ നോക്കും. അത് അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. അതാണ് മെയിനായിട്ടുള്ളൊരു പോയിന്റ്. ജയ്ഹിന്ദ് TV മയിൽപീലി റിയാലിറ്റി ഷോയിൽ റിയാദിൽ സീനിയർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഗ്രാൻഡ് ഫിനാലിൽ വന്നെത്തിയ റിയാദിലെ പ്രമുഖ കലാകാരി ഹിബ അബ്ദുസലാം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ജൂനിയർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ഗ്രാൻഡ് ഫിനാലിൽ വന്നെത്തിയ ഹിലാൽ അബ്ദുസലാം, ഈ രണ്ട് പേരും നമ്മോട് ഇന്ന് സംവദിക്കുകയാണ്. ഈ ഒരു പരിപാടികളിലേക്ക്, ഈ ഒരു സംഗീതത്തിലേക്ക് കടന്നു വരാനിടയ സാഹചര്യം എന്തായിരുന്നു? എൻ്റെ കസിൻസ് പാടും, ഒരുപാട് ഡാഡി മമ്മി കോളേജ് ഡേയ്സിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. ആരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം? രണ്ടുപേരുടെ ഭാഗത്തുനിന്നും, സിസ്റ്റേഴ്സ് ആയാലും. ചാനലിലെ റിയാലിറ്റി ഷോസിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് നമ്മുടെ ഗായകർക്ക്, പുതിയ തലമുറക്ക് ഒരു ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടോ? ഒരുപാട് ഉപകാരപ്രദമാണ്. അതൊരു നല്ലൊരു അവസരമാണ്, അവർക്ക് നല്ലൊരു ഫെയിം കിട്ടുന്നതാണ്. ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അതായത് സിംഗിങ് ടാലൻ്റ് ഉള്ള പ്രേക്ഷകർക്കും അത് ഒരുപാട് ഉപയോഗപ്രദമാണ്. അതിൽ ജഡ്ജസ് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി പല്ലവി. ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ, റാഹിമും നീ റാസിക്കും നീ പാടും നീതാ ജ്ഞാനബദാനങ്ങൾ. വളരെ നന്നായി പാടിയിട്ടുണ്ട്. മോൾക്ക് ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റാലെ കണ്ടുവോ നീ ആമാരനെ. എന്താണ് മക്കളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾ പ്രതീക്ഷ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട്. മക്കൾ നമ്മൾ പ്രതീക്ഷയിലും കൂടുതലായിട്ട് തന്നെ അവർക്ക് പാട്ട് സെലക്ട് ചെയ്യാനോ മറ്റോ ഒന്നും തന്നെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല. കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ചോദിക്കും, ഇത് പാട്ട് നല്ലതാണോ, അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായത്തിലേക്ക് ഒരുമിച്ചിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹുസ്നുൽ ജമാലേ ഹുസ്നുൽ ജമാലേ കിനാവിലാടി പാടി എന്നും വരുന്ന മോളേ വരുന്ന മോളേ ബദറുൽ മുനീരേ ബദറുൽ മുനീരേ മുറാദ പോലെ ഇഷ്ക് നീട്ടി തരുന്നതിന്ന് ഹുസ്നുൽ ജമാലേ. കുടുംബത്തിലൊക്കെ ഇങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും. ഒരു കുടുംബത്തിന്റെ വിജയം തന്നെ അതാണ്. എന്താണ് ഭാവിയിൽ മ്യൂസിക് എന്തായാലും എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. മ്യൂസിക്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എന്നിരുന്നാലും മറ്റെന്തെങ്കിലും കൂടി വേണം എന്നൊരു ആഗ്രഹമുള്ളത് കാരണം മ്യൂസിക്കിനെ കൂടെ കൊണ്ടുപോകും. പിന്നെ ലെക്ചർഷിപ്പ് വേണമെന്നാണ് ആഗ്രഹം, ഒരു പ്രൊഫസർ ആവാനൊക്കെയാണ് ആഗ്രഹമുള്ളത്. ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? കാരണം നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കുറച്ച് കാലത്തിനുള്ളൊരു കുറച്ച് ദൈർഘ്യമേ അപ്പം നമ്മളത് ജീവിച്ച് തീർക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെയല്ല, നമ്മളത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം നൽകുക. വന്ന വഴി ഒരിക്കലും മറക്കരുത്. നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തുന്നോ അവിടെ നിന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ വീഴ്ചയുടെ ആഘാതം അത് കൂടുതലാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തുന്നോ അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ വിനയം, നമ്മൾ വന്ന വഴിയിൽ നമ്മളെ സഹായിച്ച ആളുകളെയൊക്കെ ഓർക്കുക, അവർക്ക് വേണ്ടി നമ്മളാലാവുന്നത് ചെയ്യുക. അങ്ങനെ സംഗീത രംഗത്ത് എൻ്റെ കുട്ടികളെ സഹായിച്ച ഈ മേഖലയിലെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകി അനുഗ്രഹിച്ച ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ
ഭാവുകങ്ങളും നേരുന്നു. ഇനിയും വളരുന്ന കലാകാരന്മാരെയും ഇവിടെയുള്ള മറ്റു കലാകാരന്മാർക്കും എല്ലാം എൻ്റെ മക്കൾക്ക് നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അന്യന്റെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുമ്പോൾ മാത്രമാണ് നാം മനുഷ്യത്വമുള്ളവരായി മാറുന്നത്. നമ്മുടെ ചുറ്റിലും കാണുന്ന കരയുന്ന മുഖങ്ങളോടൊപ്പം കൈകോർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ നാം എന്തൊരു മനുഷ്യരായി ജീവിക്കുന്നു. റിയാദിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിറ്റി ഫ്ലവർ പ്രവാസ ജാലകം ഇവിടെ പര്യവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.